ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ ഒരു എളുപ്പമായിട്ടുള്ള ഒരു കറിയാണ് കടലക്കറി. അത് എന്താ പറയുക, കേരളത്തിലെ ജനിച്ച് വളർന്ന എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അതെങ്ങനെ എൻ്റെ വേയിൽ ചെയ്യുന്ന കാണിച്ചു തരാം. ഞാനിവിടെ നേരത്തെ ഒരു കപ്പ് കടല ഒരു 6 hours ഞാൻ സോക്ക് ചെയ്ത് വെച്ച ശേഷം കുക്കറിനകത്തേക്ക്, അതായത് ഒരു കപ്പ് കടലയ്ക്ക് ഏകദേശം ഒരു 2.5 കപ്പ് നിങ്ങൾ വാട്ടർ ഒഴിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ കോക്കനട്ട് ബിറ്റ്സ്, അതായത് തേങ്ങാക്കൊത്ത്, പിന്നെ 2 കാർഡമം ഏലക്ക, അതുപോലെ ഒരു സിനമൺ, ആവശ്യത്തിന് സോൾട്ടും ചേർത്ത് ഒരു 6 വിസിൽ വരെ വന്നിട്ടുണ്ട്. കുക്കറിലിട്ട് കുക്ക് ചെയ്തെടുത്തതായ കടലയാണ് ഇത്. നമ്മൾക്ക് എങ്ങനെ ഞാൻ ഇതിന് വേണ്ടിയുള്ള ഗ്രേവി പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കാം. ഇവിടെ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാകട്ടെ. അപ്പോൾ നമുക്ക് വഴറ്റാൻ ആവശ്യമായുള്ള കാര്യങ്ങൾ ഇവിടെ ഞാനൊരു 2 മീഡിയം സൈസ് വലിപ്പമുള്ളതായ അനിയന് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ബേ ലീഫ്, പട്ടയുടെ ഇല, ഒരു 6 അല്ലി ഗാർലിക്ക് ചതച്ചെടുത്തത്, അതുപോലെ തന്നെ ഒരു 1 ഇഞ്ച് വലിപ്പമുള്ളതായ ഇഞ്ചി ചതച്ചെടുത്തത്. എപ്പോഴും ഈ ഗാർലിക്കിനെക്കാട്ടിൽ അല്പം കൂടുതലായിട്ട് നമ്മൾക്ക് ഇഞ്ചി എടുക്കണം. അതുപോലെ 2 സ്ലിറ്റ് ചെയ്തായ ഗ്രീൻ ചില്ലി, അല്പം കറി ലീഫ്. ആദ്യം നമുക്ക് ഇത് വഴറ്റാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ഫസ്റ്റിൽ ബേ ലീഫ് ഇട്ടു. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതായ അനിയൻ ചേർക്കുന്നു. ഇത് ഒന്ന് വഴറ്റുക, ഒരു 2 മിനിറ്റ്സ്. ഉള്ളി കുറച്ച് അല്പം കൂടെ ഒന്ന് കളറ് ചേഞ്ച് ആകണം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. അതായത് ഞാൻ ഇതിനകത്തുനിന്ന് ഒരു അല്പം കടല, ഒരു 2 ടേബിൾ സ്പൂൺ കടല എടുത്തിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരച്ച് എടുക്കുകയാണ്. ഇപ്പോൾ 2 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി ഞാൻ ചതച്ച് വെച്ചിട്ടുള്ളതായ വെളുത്തുള്ളി, പച്ചമുളക്, ഗ്രീൻ ചില്ലി, പിന്നെ ജിഞ്ചർ, ഇഞ്ചി, അതോടൊപ്പം തന്നെ ഒരു 2 സ്പ്രിഗ് 2 തണ്ട് കറി ലീവ്സ് ചേർക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കളർ നന്നായിട്ട് വെച്ചാൽ ഒത്തിരി ബ്രൗൺ ആകണ്ട, എന്നാൽ ബ്രൗൺ ആകുന്ന രീതിയിൽ വരെ വഴറ്റുക. ഒരു 5 മിനിറ്റ്സ് എങ്കിലും എടുക്കും ഇതൊന്ന് വഴന്ന് കിട്ടാനായിട്ട്. കളർ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. അതോടൊപ്പം തന്നെ ഒരു 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് ചില്ലി പൗഡർ. അത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്. അത് നിങ്ങൾക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ മോർ ചേർക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇത് ഒന്ന് ജസ്റ്റ് ആ റോസ് സ്മെൽ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. റോസ് സ്മെല്ല് മാറി അതിലേക്ക് ആവശ്യത്തിനുള്ളതായ അല്പം കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഉള്ളിയും ഈ മസാലയും എല്ലാം ഒന്ന് കുക്കാകുക. അതായത് ഓയിൽ വന്ന്
സെപ്പറേറ്റ് ആവുന്നിടം വരെ ചെറിയ തീയിൽ ഫ്ലെയിമിലേക്ക് ഒന്ന് കുക്ക് ചെയ്യുക. ഇതിൽ ഓയിലെല്ലാം മേലിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ഞാൻ ചേർക്കുന്നു. അത് ഒരു അര സെക്കൻഡ് ഒന്ന് ഈ മസാലയ്ക്കകത്ത് ഇടന്നൊന്ന് ഇതാണ്. അര സെക്കൻഡ് അല്ല, സോറി കേട്ടോ, ഹാഫ് മിനിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞു. പിന്നെ അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായ കടല നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഈ കുക്ക് ചെയ്ത കടലയ്ക്കകത്ത് കോക്കനട്ട് ഒരു 4 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ സോൾട്ട് ഒരു 1.5 ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ പിന്നെ 2 കാർഡമം, പിന്നെ ഒരു പട്ട, ഇത്രയും ചേർത്തു. ആവശ്യത്തിന് വെള്ളം ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നല്ലതായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ഇനി എന്നിട്ട് ഒരു മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഞാൻ കുറച്ച് കുക്ക് ചെയ്ത കടലയുണ്ടായിരുന്നല്ലോ, അത് ഞാൻ പേസ്റ്റാക്കി എടുത്തതാണ്. അതും ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇത് 2 പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തത്. ഒന്ന്, നമ്മുടെ ഗ്രേവിക്ക് അല്പം തിക്നെസ് കിട്ടും. രണ്ടാമത് എന്ന് പറഞ്ഞാൽ ആ കടലയുടെ ഒരു സ്മെല്ല്, നമുക്ക് ആ ഒരു സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യത്തിന് മാത്രം കൊണ്ടാണ് അതങ്ങനെ ചെയ്ത്. ഇനി എഗെയിൻ ഒരു 5 മിനിറ്റ്സ് കൂടെ കുക്ക് ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് താളിക്കുക മാത്രം ചെയ്താൽ മതി. താളിക്കുന്നതിന് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലും കറി ലീഫും അല്പം മസ്റ്റേർഡും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാനതൊന്ന് താളിക്കട്ടെ. ഞാൻ 2 മുളകൂടെ ഡ്രൈ ചില്ലിയൂടെ ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ കടല കറി റെഡി ആയിരിക്കുന്നു. അപ്പം ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് പുട്ടിൻ്റെ കൂടെ ഉള്ള ഒരു പുട്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ എന്നാ പറയുന്നത്, നെയ്പത്തിരി, പിന്നെ അപ്പം, എന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് പറയുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.